ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്നും നാളെയുമായിട്ട് വളരെ നല്ല ഓസ്പീഷ്യസ് ആയിട്ടുള്ള 2 ദിവസങ്ങളാണ്. അതായത് അഷ്ടമി തിഥി ചൊവ്വാഴ്ചയോടും ബുധനാഴ്ചയോടും കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ചൊവ്വാഴ്ച, അഷ്ടമി തിഥി, രേവതി നക്ഷത്രം, ഇത് മൂന്നും കൂടിയിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, തിഥികളിൽ അഷ്ടമി എന്ന് പറയുന്നത് 8ാമത്തെ തിഥിയാണ്. സ്വർണാകർഷണ ഭൈരവ സ്വാമിക്ക്, ഭഗവാൻ മഹാദേവന് തന്നെ പ്രിയപ്പെട്ട തിഥി. ഇനി ചൊവ്വ എന്ന് പറയുന്നതും ബുധൻ എന്ന് പറയുന്നതും ഈ 2 ദിവസങ്ങളിൽ അഷ്ടമി തിഥി വരുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് ബുധനാഴ്ചയോടുകൂടി വരുന്ന അഷ്ടമി തിഥിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇനി അതിനേക്കാൾ കൂടുതൽ നാളത്തെ ദിവസവും ഇന്നത്തെ ദിവസവും രേവതി നക്ഷത്രം കൂടിയിട്ടുണ്ട്. സോ നമ്മൾ ഈ 2ൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഈ പറയുന്ന പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതിൻ്റെ ഫലം ലഭിക്കുന്നതാണ്. അതുമാത്രവുമല്ല, ബുധനാഴ്ചകളിൽ ചെയ്യുന്ന വെങ്കിടേശ്വര പൂജയുണ്ട്. ഇത് ഒരുപാട് നാളുകൾക്ക് മുൻപ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത്തം നക്ഷത്ര വെങ്കിടേശ്വര പൂജ എന്നറിയപ്പെടുന്ന ഭഗവാൻ വെങ്കടേശ്വരനെ ചന്ദന തടി കൊണ്ട് പൂജിക്കുന്നത് ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള, എന്നാൽ നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ വീട്, സ്വത്ത്, സ്വർണം, ജോലിയിൽ ഉയർച്ച, ഷോപ്പ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അവിടെ നല്ല വരുമാനം ലഭിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടീശ്വര യോഗം നമുക്ക് ഭഗവാൻ തരും. ഇത് എല്ലാ ബുധനാഴ്ചകളിൽ ബുധഹോരയിലും അത്തം നക്ഷത്രം വരുന്ന ദിവസം നമുക്ക് ഏതൊരു സമയത്തും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിഹാരമാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും നിങ്ങൾക്കിതെങ്ങനെ ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനിയുള്ള ബുധനാഴ്ച വരുമ്പോഴേക്കും ഇത് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഓൾറെഡി ഇത് അറിയാവുന്നവർ മറക്കാതെ നാളത്തെ ദിവസം ചെയ്യണം. നാളെ ചെയ്യുമ്പം ബുധനാഴ്ച രാവിലെ വരുന്ന ബുധഹോരയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് തന്നെ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയും, അതായത് വെങ്കടേശ്വര ഭഗവാനെ ചന്ദനത്തടിയായിട്ട് കണ്ടുകൊണ്ടും ലക്ഷ്മി ദേവിയെ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ താമരപ്പൂവിൽ സ്വർണം വെച്ചുകൊണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൂജ കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഷ്ടമി തിഥി മഹാലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തിഥിയാണ്. അപ്പോൾ വെളുത്തപക്ഷ അഷ്ടമിയിലെ 8 1 രൂപ കോയിൻസ് കൊണ്ട് ചെയ്യുന്നൊരു പൂജയെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ കറുത്തപക്ഷ അഷ്ടമിയിൽ നമ്മൾ മഹാലക്ഷ്മിയോട് എങ്ങനെ ലക്ഷ്മി ദേവിയെ പൂജിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ബുധനാഴ്ച വരുന്ന ഈ ഒരു ബുധാഷ്ടമി ദിവസം നമ്മൾ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആരുടെ ജാതകത്തിലാണോ ബുധഭഗവാൻ വീക്കായിട്ടുള്ളത് അവർക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മ, കഴിഞ്ഞുപോയ കാലത്തെ കർമ്മദോഷങ്ങൾ മാറാനായിട്ടും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകാനായിട്ടൊക്കെ സഹായിക്കും. കാരണം എല്ലാവർക്കും അറിയാം, ബുധഗ്രഹമാണ് നമുക്ക് ഓർമ്മശക്തി, വിസ്ഡം, അതായത് പഠിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സഹായം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധഗ്രഹം നമ്മുടെ ലൈഫിൽ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ദശയിൽ ബുധഗ്രഹം ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തെ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ മതിയാകും. നമ്മൾ ചെയ്യേണ്ടത് നാളെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് വ്രതമായിട്ടിരിക്കുക. വ്രതമെന്ന് പറയുമ്പം നമ്മൾ ആഹാരം കഴിക്കാതെ ഇരിക്കണമെന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. നോൺ വെജ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്താൽ മാത്രം മതിയാകും. നവഗ്രഹ പ്രീതിയുള്ള, അതായത് നവഗ്രഹങ്ങൾ നമ്മുടെ വീടിനടുത്ത് ഏത് ക്ഷേത്രത്തിലാണോ നവഗ്രഹങ്ങൾ ഉള്ളത് അവിടെ പോയി ബുധഭഗവാന് ചെറുപയർ പച്ച കളറിലെ വസ്ത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുമാത്രവുമല്ല, നാളത്തെ ദിവസം ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത്. ഇനിയിപ്പം അബ്രോഡൊക്കെ താമസിക്കുന്നവർ അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വീടിനടുത്ത് നവഗ്രഹ പ്രതിഷ്ഠ ഇല്ലാത്തവർ മഹാദേവനെ പോയി പ്രാർത്ഥിക്കാം. ശിവഭഗവാനെ പോയി പ്രാർത്ഥിച്ച് ഭഗവാന് ജലധാരയും ചെയ്യാം. പച്ച കളറിലെ കൂവള തിലകൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നാളത്തെ ദിവസം പച്ച കളറിലെ ഡ്രസ്സ് ധരിക്കുന്നത് നമുക്ക് ഗുഡ് ഫോർച്യൂൺ കൊണ്ടുതരുമെന്നുള്ളതാണ് പറയുന്നത്, ഗുഡ് ലക്ക് കൊണ്ടുതരുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നാളത്തെ ദിവസം അതൊക്കെ ചെയ്തിട്ട് 108 പ്രാവശ്യം ഓം ബുധായ നമഃ എന്നുള്ള മന്ത്രം കഴിയുന്നത്ര എല്ലാവരും ജപിക്കണം. അതാണ് ഏറ്റവും നല്ലത്. ഓം ബുധായ നമഃ എന്നുള്ള മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇനി നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക്, അതേപോലെ തന്നെ നാളെ അഷ്ടമി ആയതുകൊണ്ട് തന്നെ
ഇന്ന് രാത്രി, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1:34 നമുക്ക് അഷ്ടമി തിഥി ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് നാളെ ഉച്ചയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സന്ധ്യയ്ക്ക് 8 മണിക്ക് ഒരു 8 പ്രാവശ്യം കാലഭൈരവ അഷ്ടകം കേൾക്കുന്നതോ ചൊല്ലുന്നതോ വളരെ വളരെ ഓസ്പീഷ്യസ് ആണ്. കാരണം കാശിനാഥനായ കാലഭൈരവനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ ഒരു അഷ്ടകം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശത്രുദോഷം അതിൽ നിന്നുള്ള മുക്തി ലഭിക്കും. അതേപോലെ തന്നെ ധൈര്യം, സ്ട്രെങ്ത്, കറേജ് ഇതൊക്കെ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങളൊക്കെ കഴിയുന്നതും ഒന്ന് കേൾക്കാനായിട്ടെങ്കിലും ശ്രമിക്കണം. വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇന്നത്തെ ദിവസം വൈകിട്ട് പോയി 8 ദീപങ്ങൾ കൊളുത്തി വെക്കാൻ പറ്റിയാൽ അതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇനിയുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അഷ്ടമി തിഥി വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ വളരെയധികം ഓസ്പീഷ്യസ് ആണ് ഇന്നും നാളെയും. പ്രത്യേകിച്ച് രേവതി നക്ഷത്രത്തോടു കൂടി വന്നിരിക്കുന്ന അഷ്ടമി തിഥിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നാളെ ബുധനാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 10 മണിക്കുള്ളിൽ ചെയ്താൽ മതി. കാരണം രേവതി നക്ഷത്രം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സമയത്തും അഷ്ടമി തിഥി വരുന്നതുകൊണ്ട് പൂജ ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. മഹാലക്ഷ്മി ദേവിക്ക് മുമ്പിൽ 8 ദീപങ്ങൾ കൊളുത്തി വെക്കുക. അഷ്ടമി തിഥിയാണ്. 8 ലക്ഷ്മികളെയാണ് അഷ്ടമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ 8 ദീപങ്ങൾ, ഓരോന്നും ഓരോ ലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 8 ദീപങ്ങൾ ലക്ഷ്മി ദേവിക്ക് മുൻപിൽ കൊളുത്തി വെച്ചതിന് ശേഷം 8 പ്രാവശ്യം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക എന്നുള്ളതാണ്. മഹാലക്ഷ്മി അഷ്ടകം മിക്കവർക്കും അറിയാവുന്നതാണ്. കാരണം മഹാലക്ഷ്മി അഷ്ടകത്തിന് അത്രമാത്രം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. ഞാൻ പറയുന്നതാണ് സാധാരണ കറുത്ത പക്ഷത്തിൽ നമ്മൾ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കരുത് എന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ജപിക്കാം. കാരണം രേവതി നക്ഷത്രത്തോടു കൂടി വന്നിരിക്കുന്ന അഷ്ടമി തിഥി ആയതുകൊണ്ടും കറുത്ത പക്ഷത്തിൽ വരുന്ന വെള്ളിയാഴ്ച രേവതി നക്ഷത്രം അഷ്ടമി തിഥികളിൽ നമുക്ക് ഈ ഒരു മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാം എന്നുള്ളതുകൊണ്ടും നിങ്ങൾക്ക് മഹാലക്ഷ്മി അഷ്ടകം നാളെ ജപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്കോ നാളെയോ ജപിക്കുക. 8 പ്രാവശ്യം ജപിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ എന്താണെങ്കിലും അത് ഓരോന്നായിട്ട് അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് മഹാലക്ഷ്മി അഷ്ടകം 8 പ്രാവശ്യം ജപിച്ച് പ്രാർത്ഥിക്കുക. 8 1 രൂപ നാണയങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് സമർപ്പിക്കാം. അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത് അതൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിവേദ്യമായിട്ട് നമുക്ക് ചെറുപയർ പുഴുങ്ങി വെക്കാൻ പറ്റുമെങ്കിൽ അത് പുഴുങ്ങി വെച്ചുകൊള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ പാല് കാച്ചി വെക്കാവുന്നതാണ്, അവൽ നനച്ച് വെക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. അതേപോലെ ഒരു പൈനാപ്പിൾ വാങ്ങിച്ച് അത് സമർപ്പിച്ചാലും മതിയാകും. കാരണം രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയിൽ നമ്മൾ വെക്കുന്നത് പാൽപായസം, മാതള നാരങ്ങ, അതേപോലെ നട്ട്സ്, അതേപോലെ പൈനാപ്പിൾ ഇവയൊക്കെയാണല്ലോ. അപ്പോൾ ഈ ബുധനാഴ്ചയും അഷ്ടമിയും കൂടി ഒന്നിച്ച് വന്നതുകൊണ്ടാണ് ഞാനിവിടെ പാല് കാച്ചി വെക്കുന്നതും അതേപോലെ തന്നെ ചെറുപയർ പുഴുങ്ങി വെക്കുക എന്നുള്ളതും പറഞ്ഞത്. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് വെക്കാം. വീട്ടിലിപ്പോൾ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് വെക്കാം, പൈനാപ്പിൾ വാങ്ങിച്ച് വെക്കാം, മാതള നാരങ്ങ മേടിച്ച് വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എല്ലാം കൂടി ഒന്നിച്ച് വരുന്നൊരു ഓസ്പീഷ്യസ് ഡേ ആയതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് 100% ഫലം നമുക്ക് ലഭിക്കും. അപ്പം മറക്കാതെ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.